അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അംജദി എഡ്യൂക്കേറ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് +1 11ാം ക്ലാസ്സിലെ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയുടെ മെയിൻ പരീക്ഷയുടെ നവംബർ 30, 2024 നടന്ന മെയിൻ പരീക്ഷയുടെ ജനറൽ പാർട്ടിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ, ദ എലമെൻറ്റ് കോമൺ ഇൻ ആൾ ആസിഡ്സ് ഈസ്. എല്ലാ ആസിഡുകളിലുമുള്ള പൊതുവായ മൂലകം ഏത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ഹൈഡ്രജൻ എന്നാണ്. ഹൈഡ്രജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഹെൻറി കാവൻഡിഷ്. ഓക്സിജൻ ജോസഫ് പ്രീസ്റ്റ്ലിയാണ് കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ. സൂര്യനിലും പ്രപഞ്ചത്തിലൊക്കെ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഹൈഡ്രജൻ. ഓക്കെ, 32ാമത്തെ ക്വസ്റ്റ്യൻ, എലമെൻറ്റ് വിത്ത് ഹൈ അയണൈസേഷൻ എനർജി. അയോണീകരണ ഊർജം ഏറ്റവും കൂടിയ മൂലകം. കൊടുത്തിരിക്കുന്നവയിൽ ഇത് വരുന്നത് ഫ്ലൂറിനാണ്. ഓപ്ഷൻ ഡി ആണ്, ഫ്ലൂറിനാണ് കേട്ടോ. അയണൈസേഷൻ ഊർജം ഏറ്റവും കൂടിയത് നമ്മുടെ 18ാമത്തെ ഗ്രൂപ്പാണ്. അതിലുള്ള ആരും ഇതിലില്ല. അതിൽ തന്നെ ഏറ്റവും മുകളിൽ പീരിയോഡിക് ടേബിളിൻ്റെ ഗ്രൂപ്പിൽ അടിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന അയണൈസേഷൻ ഊർജ്ജം കൂടും. അതുപോലെ തന്നെ ഇടതുവശത്തു നിന്ന് വലതുവശത്തേക്ക് പോകുമ്പോഴും എന്തെയും കൂടും. അപ്പോൾ ഏറ്റവും മുകളിൽ ഹീലിയം ആവാത്ത വരുന്നതാണ് ഏറ്റവും കൂടിയിരിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ അയണൈസേഷൻ എനർജി ഏറ്റവും കൂടിയത് എവിടെയാണ്? ഫ്ലൂറിനാണ് കാണുന്നത്. ശരി, 33ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർമുല ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ന്യൂട്ടന് പ്രധാനമായിട്ട് 3 ചലന നിയമങ്ങളാണുള്ളത്. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനേർഷ്യയെക്കുറിച്ച് പഠിച്ചു. ഫസ്റ്റ് ലോയുമായി ബന്ധപ്പെട്ടാണ് ജഡത്വ നിയമം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് രണ്ടാം നിയമം, ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമത്തിൻ്റെ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വരുന്നത് ഇതാണ്, എഫ് ആണ് കേട്ടോ. എഫ് അല്ല, എ ഓപ്ഷനാണ്. എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഓട്ടോസോംസ് ഇൻ ഹ്യൂമൻസ്. മനുഷ്യരിലെ ഓട്ടോസോമുകളുടെ എണ്ണം. നമുക്കറിയാം, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 23 ജോഡി ക്രോമസോമാണ്. ഇനി ഇതൊന്നും മറക്കാൻ പാടില്ല. മുമ്പ് ക്വസ്റ്റ്യനിലൊക്കെ കുറേട്ടം പറഞ്ഞാണ് 23 ജോഡി ക്രോമസോമാണുള്ളത്. 46 എണ്ണമാണുള്ളത്. ഈ 23 ജോഡിയിൽ 22 ജോഡി പറഞ്ഞാൽ ഒരു ജോഡി തന്നെ 2 ആണല്ലോ. അപ്പോൾ എത്ര ഉണ്ടാവും? 44 എണ്ണം വരും. 44 എണ്ണം ക്രോമസോമുകളും ഓട്ടോസോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ജോഡി അല്ലെങ്കിൽ 2 എണ്ണം എന്താണ്? സെക്സ് ഹോർമോണാണ്. സെക്സ് ആണ്, സെക്സ് ക്രോമസോമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 22 ജോഡി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 35ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. കമ്മിങ് ടുഗദർ ഫെഡറേഷൻ്റെ ഉദാഹരണം. കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും അതുപോലെ തന്നെ കേന്ദ്രത്തിനും സെൻറ്ററിനൊക്കെ തുല്യമായ രണ്ടിനും അധികാരമുണ്ടാവും. തുല്യമായ അധികാരം എന്നാവില്ല, എന്നിരുന്നാലും ഇവർക്കൊക്കെ അധികാരങ്ങളുണ്ടാവും. ആ നിലയ്ക്ക് സെൻറ്ററിനെ ഏൽപ്പിക്കപ്പെട്ട ഒരു അഗ്രിമെൻറ്റ് ബേസിൽ ഏൽപ്പിക്കപ്പെട്ടതാണ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇത് ഇപ്പോൾ നിലവിലുള്ളത് രാഷ്ട്രം USA ആണ്. USA ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. 36ാമത്തെ ക്വസ്റ്റ്യൻ, ബിഗ്ഗസ്റ്റ് നാച്ചുറൽ പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഏത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഇതാണ്, മുംബൈ ആണ്. ഓപ്ഷൻ ഡി മുംബൈ ആണ്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ G77. G77 എന്തായിരുന്നു? G77 രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഗ്രൂപ്പ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട്. ഗ്രൂപ്പ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന വികസ്വര രാജ്യങ്ങളുടെ ഗ്രൂപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രൂപീകരിക്കുന്നത് 1964 1964. അന്ന് 74 രാഷ്ട്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് നിലവിൽ 134 രാഷ്ട്രങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാൾ കൂടി എന്നറിയില്ല, എൻ്റെ അറിഞ്ഞിടത്തോളം 134 രാഷ്ട്രങ്ങളാണ് ഗ്രൂപ്പ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസിലുള്ളത് കേട്ടോ. ശരി, നമുക്ക് 38ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. ഹു ഫോംഡ് ദ സ്വരാജ് പാർട്ടി വിതിൻ ദ കോൺഗ്രസ്. കോൺഗ്രസിനുള്ളിൽ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആര് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ ഡി ആണ്, CR ദാസും മോത്തിലാൽ നെഹ്റുവും കേട്ടോ.
ആദ്യത്തെ സെക്രട്ടറി പിന്നെ മോത്തിലാൽ നെഹ്റുവും പ്രസിഡന്റ് CR ദാസുമായിട്ട് 1923 ജനുവരി 1 ഇത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ, ഓർത്ത് വെക്കുക. 39ാമത്തെ ക്വസ്റ്റ്യൻ, പോർട്ട് സിറ്റ്വേ വേർ ഇന്ത്യ ഗോട്ട് ദ റൈറ്റ് ടു ഓപ്പറേറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് കൺട്രി? എന്താ ചോദ്യം? ഇന്ത്യക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം ലഭിച്ച പോർട്ട് സിറ്റ്വേ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? അതേതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മ്യാൻമാർ ആണ് ഉത്തരമായി വരിക. ഇനി 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കുക. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ദേശീയ പെൺകുട്ടി ദിനം എന്നാണ്? ജനുവരി 24 കേട്ടോ, ഓപ്ഷൻ സി ജനുവരി 24. 41ാമത്തെ ക്വസ്റ്റ്യൻ, ഖജുരാഹോ എൻലിസ്റ്റഡ് ഇൻ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റ് ഇൻ വിച്ച് സ്റ്റേറ്റ്? യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഖജുരാഹോ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരമായി വരുന്നത് ഇതാണ്, മധ്യപ്രദേശ്, ഓപ്ഷൻ സി മധ്യപ്രദേശ്. 42ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കോമ്പൗണ്ട് ഈസ് യൂസ്ഡ് ഇൻ ഫോട്ടോഗ്രഫി? ഫോട്ടോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണെന്നുള്ളത്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ ആണ്, AgBr എന്ന് വെച്ചാൽ അലുമിനിയം ബ്രോമൈഡ്. ശരി. 43ാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് പ്രിപ്പോസിഷൻ. എന്താ? ഷി വാസ് സിറ്റിംഗ് ഡാഷ് ഹെർ ഫ്രണ്ട്സ് ഡ്യൂറിങ് ലെക്ചർ. അല്ലേ? ഒരുപാട് കൂട്ടുകാരികൾക്കിടയിൽ, ഒരുപാട് ആളുകൾക്കിടയിൽ പറയുമ്പോൾ ബിറ്റ്വീൻ രണ്ടാൾക്കിടയിലാണ് ഉപയോഗിക്കുക. ഒരുപാട് ആളുകൾക്കിടയിൽ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ അമങ് എന്നാണ് ഉത്തരമായിട്ട് വരിക. അമങ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് കൺജങ്ഷൻ. ശരിയായ കൺജങ്ഷൻ ഏതാണ്? യു ക്യാൻ സ്റ്റേ ഹിയർ, എനിക്കിവിടെ താമസിക്കാം. അണ്ടിൽ യു ലൈക്ക് എന്ന രൂപത്തിലാണ് ഉത്തരമായി വരിക കേട്ടോ. ഓപ്ഷൻ ബി. 45ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിൻ്റെ ശരിയായ രൂപം ഏതാണെന്നുള്ളതാണ്. ഹീ ഈസ് ദ ഡാഷ് റണ്ണർ ഇൻ ദ ടീം എന്നതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഈ ദ വന്നുകൊണ്ട് അഡ്ജക്റ്റീവിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയായ ഏറ്റവും എന്നർത്ഥത്തിന്, അല്ലേ? എന്താണ്? ഏറ്റവും ഫാസ്റ്റ്. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റസ്റ്റ്. ഇവിടെ ഫാസ്റ്റസ്റ്റ് ആണെന്ന് വരിക കേട്ടോ. സൂപ്പർലേറ്റീവ് ഡിഗ്രി എല്ലാത്തിനും എന്തുണ്ടാവും? പോസിറ്റീവ് ഡിഗ്രി ഉണ്ടാവും. അതാണ് ഇത് ഫാസ്റ്റ് എന്നുള്ള പോസിറ്റീവ് ഡിഗ്രിയാണ്, ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ദ വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുക, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുക. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, 46ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ടെൻസ്. ശരിയായ ടെൻസ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബൈ ദ ടൈം യു അറൈവ്. വി ഡാഷ് ദ മീറ്റിംഗ്. എന്താണ്? ബൈ ദ ടൈം യു അറൈവ്, അല്ലേ? നീ എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ എന്തായിട്ടുണ്ടാവും? അങ്ങനെ ബൈ ദ ടൈം യു അറൈവ് എന്ന പ്രയോഗത്തിൽ സാധാരണ പ്രയോഗിക്കാറുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. വിൽ ഹാവ് സ്റ്റാർട്ടഡ് ദ മീറ്റിംഗ് എന്നുള്ളത്. ഓക്കെ. 47ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യനായി ചോദിച്ചിട്ടുണ്ട്. എന്താണ്? റീ അറേഞ്ചിങ് ദ ലെറ്റേഴ്സ്, ഫൈൻഡ് ദ ഓഡ് വൺ. ഈ ലെറ്ററുകളൊക്കെ എന്ത് ചെയ്യണം? റീ അറേഞ്ച് ചെയ്യണം, എന്നിട്ട് അതിൽ നിന്ന് ഓഡ് വൺ തിരഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം എന്താണ്? റീ അറേഞ്ച് ചെയ്യാൻ സാധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റീ അറേഞ്ച് ചെയ്യാം. ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ലെറ്റർ നമുക്ക് റീ അറേഞ്ച് ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ നോക്കുമ്പോൾ ഡിസീസ് എന്ന് വരും. ഡിസീസ്, അല്ലേ? അങ്ങനെ വരും. DI, അല്ലേ? SEASE, അല്ലേ? ഡിസീസ് എന്ന് വരും. രണ്ടാമത്തെ B എന്നാൽ എന്ത് ചെയ്യും? ഹെൽത്ത്, അല്ലേ? ആരോഗ്യം എന്നർത്ഥം.
HEALTH. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇൽനസ്. എഴുതി നോക്ക്, കണ്ടെത്തി നോക്ക്. ഇൽനസ്. മറ്റേത് സിക്നസ് എന്ന് വരും. സിക്നസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഹെൽത്താണ്. ബാക്കിയുള്ളൊക്കെ അസുഖം എന്ന അർത്ഥത്തിനുള്ളതാണ്. ഡിസീസ് പറഞ്ഞാൽ അസുഖമാണ്, ഇൽനെസ് പറഞ്ഞാൽ അസുഖമാണ്, സിക്നസ് പറഞ്ഞാൽ അസുഖമാണ്. അപ്പോൾ ഇതിൽ ഹെൽത്ത് എന്ന ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 47 ഹെൽത്ത് എന്നുള്ള ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ, ആൻസറായിട്ട് വരിക. മറ്റുള്ളതൊക്കെ രോഗം എന്ന അർത്ഥത്തിലാണ്. ഇതിന് അർത്ഥം ആരോഗ്യം എന്നുള്ളതാണ്. ശരി. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ. സം ഡിജിറ്റ്സ് ആർ കോഡഡ് ആസ് ഷോൺ ബിലോ. താഴെ കൊടുത്ത മാതിരി ചില സംഖ്യകൾ എന്താണ് കോഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പറയുമ്പോൾ ഇൻറ്റു ചിഹ്നം അല്ലേ, അല്ലെങ്കിൽ ഇൻറ്റു ചിഹ്നം. അതുപോലെ 2 സ്റ്റാർ, 3 ക്വസ്റ്റ്യൻ ചിഹ്നം, 4 ഹരണം, 5 ഡോളർ ചിഹ്നം, 6 ഡോട്ട് ചിഹ്നം, 7 പ്ലസ് ചിഹ്നം, ഇത് എക്സ്ക്ലമേഷൻ ചിഹ്നം, 8 എക്സ്ക്ലമേഷൻ അത്ഭുതത്തിന് സൂചിപ്പിക്കുന്ന ചിഹ്നം. അങ്ങനെയാണ് കാണുന്നത് അല്ലേ. അതാണ് നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ 2 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഈ പ്രസ്താവനൻ്റെ ആവശ്യം ഇവിടെ ഇല്ലാതെ തന്നെ ഇതിലേക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം. ഇവിടെ കൊടുത്ത പ്രസ്താവനത്തിലുള്ളൂ. ഏതെങ്കിലും സംഖ്യ ഒറ്റ സംഖ്യയിൽ ആരംഭിക്കുകയാണെങ്കിൽ ഒറ്റ സംഖ്യയെ നമുക്ക് അറ്റായി കോഡ് ചെയ്യപ്പെടും. അപ്പോൾ ഏതെങ്കിലും സംഖ്യ ഒറ്റ സംഖ്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് എങ്ങനെ? 23, 64, 75 അല്ലേ? ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ അല്ലേ? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആരംഭം ഇരട്ട സംഖ്യയിലാണ്. അതുപോലെ രണ്ടാമത്തെ പ്രസ്താവന, ഏതെങ്കിലും സംഖ്യ ഇരട്ട സംഖ്യയിൽ അവസാനിക്കുകയാണെങ്കിൽ ഇരട്ട സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം? സി എന്നും എന്ത് ചെയ്യാം? അങ്ങനെ സി എന്നും നമുക്ക് എന്ത് ചെയ്യുക കൊടുക്കുക. അങ്ങനെ അവസാനിച്ചുകൊണ്ട് ഇരട്ട സംഖ്യയിൽ അവസാനിച്ചുകൊണ്ട് ഇരട്ട സംഖ്യയിൽ അവസാനിച്ചിട്ട് അവസാനത്തെ സംഖ്യ 5 ആണല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ എത്ര ചെയ്താൽ മതി? ഇവിടെ ഈ കള്ളിയിൽ കൊടുത്ത രൂപത്തിൽ ഓരോ സംഖ്യയും കോഡ് ചെയ്താൽ മതി കേട്ടോ. നോക്കാം. 2 നേരെ സ്റ്റാർ വരുന്നു. 2 നേരെ സ്റ്റാർ വരുന്ന ഓപ്ഷൻ ഇത് അങ്ങനെയാണ്. ഇത് രണ്ടുമാണ് അങ്ങനെ വരുന്നത് അല്ലേ? ബിയും അതുപോലെ തന്നെ ഡിയും. ഇനി ഈ 23 കഴിഞ്ഞാൽ പിന്നെ എത്ര? 2 കഴിഞ്ഞാൽ പിന്നെ 3 അല്ല, 3 നേരെ ക്വസ്റ്റ്യൻ ചിഹ്നം. ഇത് രണ്ടും അങ്ങനെ തന്നെയാണ്, ക്വസ്റ്റ്യൻ ചിഹ്നം തന്നെയാണ് കേട്ടോ. ബിയും ഡിയും. മറ്റേത് ഔട്ടായി. ഇനി മൂന്നാമത് വരുന്നത് 6 എന്ന സംഖ്യയാണ്. 6ൻ്റെ നേരെ വരുന്നത് ഡോട്ടാണ്. ഇത് രണ്ടിലും അങ്ങനത്തെ ഡോട്ട് തന്നെയാണ്. ശരി. ഇനി അടുത്തത് 4 ആണ്. 4ൻ്റെ നേരെ വരുന്നത് ഹരണമാണ്. ഹരണം വരുന്നത് ഓപ്ഷൻ ഡിയിൽ മാത്രമാണ്. ഓപ്ഷൻ ഡിയിൽ മാത്രമാണ് എന്ത് വരുന്നത്? ഹരണം വരുന്നത്. ഇനി മറ്റേത് നമ്മൾ ക്ലിയർ ചെയ്യുക. 7ൻ്റെ നേരെ വരുന്നത് പ്ലസ് ആണ്. പ്ലസ് ഓക്കെയാണ്, ഇവിടെ ഓക്കെയാണ്. അതുപോലെ തന്നെ അവസാനം 5. അതുപോലെ അവസാനത്തെ സംഖ്യ 5 അല്ലേ? 5ൻ്റെ നേരെ ഇവിടെ വരുന്നത് ഏതാ? ഡോളർ ചിഹ്നമാണ്. അതും ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും. ഇനി നമുക്ക് 49ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. 3 പൊസിഷൻസ് ഓഫ് എ ക്യൂബ്. ഒരു ക്യൂബിൻ്റെ 3 പൊസിഷൻസ് ആർ ഗീവൻ ബിലോ. താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്യൂബിൻ്റെ 3 രൂപങ്ങൾ കേട്ടോ. എയിലും ബിയിലും സിയിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. എ ബി സി പേര് കൊടുത്തില്ലെങ്കിലും 3 പിന്നെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. വിച്ച് ലെറ്റർ വിൽ ബി അറ്റ് ദ ബോട്ടം? ഏത് ലെറ്ററാണ് താഴെ വരിക? ഇഫ് ദ ലെറ്റർ എ ഈസ് അറ്റ് ടോപ്പ്. എ ടോപ്പിൽ വന്നാൽ ഏത് ലെറ്ററാണ് തൊട്ട് താഴെയായിട്ട് വരിക എന്നുള്ളത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലെങ്കിലും ഉത്തരം കണ്ടെത്തുന്ന രൂപത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പൊതു നിയമമാണ്. നോക്കാം. ഇത് നമ്മൾ ഈ 2 മതി. നമുക്ക് 3 ആവശ്യം 2 വെച്ച് നമുക്കത് കണ്ടെത്താൻ കഴിയും. ഈ 2 ഇത് മതി. രണ്ടിലും സെയിം ഉണ്ടല്ലോ. സെയിം രണ്ടും കെ ഉണ്ട്. 1 കോമൺ ഫാക്ടർ ഉണ്ട് അല്ലേ?
അപ്പോൾ ഈ വൺ കോമൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ എഴുതാം. ഒന്ന് ക്ലോക്ക് വൈസിന് വെച്ച് മറ്റേതും ക്ലോക്ക് വൈസ് എഴുതണം. ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ക്ലോക്ക് സഞ്ചരിക്കൽ ഇങ്ങനെയല്ലേ വരെ ക്ലോക്ക് സഞ്ചരം ഇങ്ങനെ ഈ രൂപത്തിലാണ് നമ്മൾ കൂട്ടേണ്ടത് കേട്ടോ. ആൻറ്റി ക്ലോക്ക് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റും വരും. ഒന്നിനെങ്ങനെയാണോ പരിഗണിക്കുന്നത് അതേ രൂപത്തിൽ മറ്റേതിനെയും പരിഗണിക്കുക. ഞാൻ പറയാൻ വിഷയം പറഞ്ഞിട്ടില്ല, ശ്രദ്ധിക്കുക. ഇവിടെ ഓപ്പോസിറ്റ് വരുന്നത് ആ രൂപത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ഫസ്റ്റത്ത് KBA ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ ഡയറക്ഷനിൽ. അതുപോലെ തന്നെ KMH ഇവിടെ വെച്ചിങ്ങനെ KMH എഴുതാം. KMH. ഇനി ബിയും എമ്മും എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. മുകളിൽ വെച്ച് നേരെ താഴെ വരിക. എയും എച്ചും എന്താണ്, ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്, എ എന്ന അക്ഷരം മുകളിലാണെങ്കിൽ താഴെ ഏത് അക്ഷരമായിരിക്കും? എ മറ്റ് മുകളിലാണെങ്കിൽ താഴെ അക്ഷരം ഏതായിരിക്കും, എച്ച് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. ബീൻ്റെ ഓപ്പോസിറ്റ് എം വരും, കെൻ്റെ ഓപ്പോസിറ്റ് ഇനി ബാക്കിയുള്ള അക്ഷരം ഏതാണോ അത് വരും. ഇതിൽ പരിഗണിക്കാതെ 6 അക്ഷരങ്ങളാണ് ടോട്ടൽ ഉണ്ടാവുക. നമ്പറാണെന്ന് വെച്ചെങ്കിൽ 6 എണ്ണം. ഇവിടെ പരിഗണിക്കാത്തൊരു സംഖ്യ ഏതാ ഇതിനുള്ളത്, പി ആണ് അക്ഷരം. ഇതിന് കെൻ്റെ ഓപ്പോസിറ്റ് അത് വരും, പിയും വരും കേട്ടോ. ഈ രൂപത്തിലാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റൻ ആൻസർ ചെയ്യുക. ചിലപ്പോൾ സംഖ്യ ആയിരിക്കും, ചിലപ്പോൾ അക്ഷരങ്ങളായിരിക്കും. ഏതാണെങ്കിലും ഈ രൂപത്തിൽ ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് ആൻസർ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് 50ാമത്തെ ക്വസ്റ്റനിലേക്ക് വരും. 50ാമത്തെ ക്വസ്റ്റൻ, ഇഫ് ഇൻ എ സർട്ടൻ ലാംഗ്വേജ്, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ബി എന്തിലെഴുതാം, LEMISH എന്നതിന് നമുക്ക് ഏത് രൂപത്തിൽ എഴുതാം, AODPHVG ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ എഴുതാമെങ്കിൽ ദെൻ ഹൗ വിൽ ബി ചാപ്റ്റർ എന്നതിനെ എങ്ങനെ എഴുതും എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം. ഇവിടെ ബി എന്നത് എ ആയി, തൊട്ട് മുമ്പുള്ള അക്ഷരമായിട്ട് മാറി അല്ലേ. അപ്പോൾ 1 -1 ആയി, -1. LO ആയതെങ്ങനെ, MNO +3 ആണ്, +3 ഇടാം. പിന്നെ എന്താ ചെയ്തു, ഈ ഡി ആയിട്ട് വീണ്ടും -1 ആയി. MP ആയി, M കഴിഞ്ഞാൽ N ഉണ്ട്, O ഉണ്ട്, P ഉണ്ട്, 3ാമത്തെ അക്ഷരം +3 ആണ് അല്ലേ. പിന്നെയും -1 ആയി അല്ലേ, -1 മുമ്പത്തെ അക്ഷരം. പിന്നെയും +3 അല്ലേ, TUV +3 -1. ഇങ്ങനെ ഇതിൻ്റെ ഓർഡർ, ഈ അക്ഷരം ഇങ്ങനെയാണ് ഈ കോഡ് പോകുന്നത്. ആദ്യം -1, പിന്നെ +3, -1 +3 ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ആ ഭാഷയിൽ ചാപ്റ്റർ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. നമുക്ക് ആദ്യം -1 പിന്നെ +3 എടുക്കാം. ചാപ്റ്റർ അല്ലേ. ഞാൻ ആൻസർ പറഞ്ഞു പോകാതെ ഉത്തരം പറയാൻ കാരണം ഇത്തരം ക്വസ്റ്റ്യനുകൾ ഇനി നമുക്ക് ആൻസർ ചെയ്യണം അല്ലേ. ചാപ്റ്റർ ഇതല്ലേ, CHAPTER കേട്ടോ. ഇവിടെ E ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം -1 അല്ലേ, -1 ആകുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് പ്ലസ് വരും, B വരും അല്ലേ, B വരും. പിന്നെ -1 +3 അങ്ങനെയല്ല ഇവിടെ പോയത് അല്ലേ, ഇവിടെ അങ്ങനെയല്ല പോയത്. -1 കഴിഞ്ഞാൽ പിന്നെ +3. IJK വരും, IJK BK രൂപത്തിൽ. പിന്നെ എൻ്റെ മുമ്പത്തെ അക്ഷരം Z വരിക കേട്ടോ. എക്ക് മുമ്പ് അക്ഷരം പിന്നെ അടുത്ത Z അല്ലേ. ഇങ്ങനെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ആൻസർ BKZ വരുന്നത് ഏതാ, BKZ വരുന്നത് ഓപ്ഷൻ B മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ബാക്കി വേണമെങ്കിൽ കൺഫേം ചെയ്യാം. പിക്ക് ശേഷമുള്ള 3ാമത്തെ അക്ഷരം P കഴിഞ്ഞിട്ട് QRS വരും ഉണ്ടോ, S തന്നെ വന്നിട്ടുള്ളത് ഉണ്ടോ, അവിടെയും S ആണ്, ശ്രദ്ധിക്കുക. പിന്നെ T മുമ്പത്തെ അക്ഷരം S വരും അല്ലേ, അതും S ആണ്.
പിന്നെ ഈ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ അക്ഷരം പ്ലസ് അല്ലേ, FGH. പിന്നെ ആറിന് മുമ്പത്ത് Q. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഉത്തരം കണ്ടെത്തുക. ഇവിടെ ഒരു കോഡ് നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഈ കോഡ് ഇങ്ങനെ എഴുതി, അങ്ങനെയാണെങ്കിൽ ഈ കോഡ് എങ്ങനെ എഴുതും? എന്താണ് BLEMISH എന്നുള്ളത് എങ്ങനെ എഴുതി? AODPHVG എന്നെഴുതിയാൽ ചാപ്റ്റർ എന്നതിനെ എങ്ങനെ എഴുതുന്നുള്ളതായിരുന്നു. അതിൽ എഴുതിയത് അതേ രൂപത്തിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ആ ട്രിക്ക് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തി. ഇങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യനുകൾക്ക് എന്ത് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് നന്നായി കേൾക്കുക. സംശയങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.